ക്വസ്റ്റ്യൻ നമ്പർ 5 അത് വന്നിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ വളരെ ബേസിക് ആയ ഫ്ലക്സ് എന്നുള്ള കണ്ടീഷൻ. വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് ഫ്ലക്സ്? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഒരു ഗിവൺ ഏരിയ അല്ലെങ്കിൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു Q divided by epsilon 0 നിങ്ങൾ പഠിക്കുന്നില്ലേ? സോ 2 ചാർജസ് 5Q and -2Q are situated at the 3A, 0 minus 5A, 0. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ രണ്ട് ചാർജുകൾ മാർക്ക് ചെയ്യാം. സപ്പോസ് കൺസിഡറിങ് ദിസ് ആസ് ഒറിജിൻ, ഇതാണ് ഒറിജിൻ എങ്കിൽ നമുക്ക് പറയാൻ പറ്റും 3A, എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 3A, -5A എന്ന് പറയുമ്പോൾ ഇവിടെയാണ് -5A. The electric flux through a sphere of radius 4A having center at the origin എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് 4A ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് 4A. സോ ഈ 4A എന്ന് പറയുന്ന സമയത്ത് ഈ 4A ഉൾക്കൊള്ളുന്ന ഒരു സ്ഫിയർ ആണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഫിഗറിൽ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഇത് 4A ആണ്, ഇതിന്റെ റേഡിയസ് 4A ആണ്. സോ ഞാൻ ചോദിക്കുകയാണ്, ഈ സ്ഫിയറിന്റെ ഉള്ളിലൂടെ വരുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തുള്ള ചാർജിനെ മാത്രം നോക്കിയാൽ പോരെ? വാട്ട് ഇസ് ദി ഇക്വേഷൻ ഫോർ ഫ്ലക്സ്? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ എപ്സിലോൺ 0 എൻക്ലോസ്ഡ് ഇൻ ദാറ്റ് സ്ഫിയർ. അതിന്റെ അകത്തുണ്ടാവുന്ന ചാർജ് എന്ന് പറയുമ്പോൾ 4A അകത്താണ് 3A എന്നുള്ള ഡിസ്റ്റൻസ്. ഇതിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ചാർജ് എന്ന് പറയുമ്പോൾ 5Q അല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇവിടെ വെച്ചിരിക്കുന്ന -2Q ആ സ്ഫിയറിന്റെ പുറത്താണ്. സോ വാട്ട് ഈസ് ഫ്ലക്സ് ഹിയർ? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഇൻ Z ഡിവൈഡ് ബൈ എപ്സിലോൺ 0, 5Q divided by epsilon 0. So the answer is option 2. Thank you.